അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഞാൻ വലിയുല്ലാഹി മുഹമ്മദ് ഷരീഫ് മണ്ണാറക്കാട്. ഇന്നത്തെ ഗൾഫ് വാർ സംബന്ധമായ ഒരു ചെറിയ വിശദീകരണം അത്യാവശ്യമാണ്. മുമ്പ് അമേരിക്കക്ക് മറ്റു ബ്രിട്ടന് ഇത്തരം കോളനി സംവിധാനങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നിലവിൽ അമേരിക്ക മാത്രമാണ് അവരുടെ ജനങ്ങൾക്ക് മറ്റുള്ളവരുടെ സമ്പത്ത് കൊള്ളയടിച്ച് അവരുടെ ജീവിത നിലവാരത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത്. അതിന് ഒരു മറ മുമ്പുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ട്രംപ് മുമ്പുണ്ടായിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ, അതുപോലെ തന്നെ ബൈഡൻ പോലെയുള്ള നല്ല ഭരണാധികാരികൾക്ക് പകരം ഏറ്റവും ക്രൂരനും ക്രിമിനലായ കാഫിറായ, അറബിയിൽ പറഞ്ഞാൽ അക്ബർ ശൈത്വാനു ഫി ദുനിയ, അതേപോലെ തന്നെ നെതന്യാഹു ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ, ഇവർ രണ്ടുപേരും ചേർന്ന് മനുഷ്യഹത്യയുടെ ഒരു കൂമ്പാരം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. നിരപരാധികളായ ഗൾഫ് മേഖലയിലുള്ള എല്ലാ രാജ്യങ്ങളെയും ഹമാസിൻ്റെ പേരിൽ വേട്ടയാടി പാവപ്പെട്ടവരെ കൊന്നൊടുക്കി. ഇനി അവിടെ നിന്നും ഇവരെയെല്ലാം ആട്ടിയോടിച്ചുകൊണ്ട് ആ എണ്ണയും ആ നല്ല പ്രദേശങ്ങളും ഇവർ കൈക്കലാക്കി അവിടെ വലിയ ബിൽഡിങ്ങുകൾ പണിത് ആ പ്രദേശമെല്ലാം ഇവരുടെ കൈകളിലാക്കുക എന്ന ഒരു തന്ത്രം കൂടെ ഇവർക്കുണ്ട്. അതിന് അവർക്ക് അനുകൂലമായി പ്രവർത്തിക്കാത്തവരെ, സ്വന്തം രാജ്യത്തിൻ്റെ നിലനിൽപ്പിനും ആ രാഷ്ട്രത്തിൻ്റെ ഗുണങ്ങൾക്കും വേണ്ടി സത്യസന്ധമായി പ്രവർത്തിക്കുന്നവരെ ഇല്ലായ്മ ചെയ്യുക എന്ന നയം എക്കാലത്തുമുണ്ട്. അത്തരം നയങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇവർ അവരെ ഭീകരവാദികളാക്കി പ്രഖ്യാപിക്കുകയും അങ്ങനെ കൊന്നൊടുക്കിയ ഷഹീദ് സദ്ദാം, അതിനുശേഷം ഷഹീദ് ഇറാനിയൻ പ്രസിഡന്റ് ആയത്തുള്ള ഖുമൈനി, ഇവരൊക്കെ യഥാർത്ഥ കുടുംബജീവിതം നയിച്ച് മക്കളും പേരക്കുട്ടികളും സമൂഹവുമായി ആ രാജ്യത്തെ ജനങ്ങളുമായി വലിയ സമ്പർക്കവും വലിയ പിന്തുണയും ഉള്ള ആളുകളായിരുന്നു. ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ വെറുതെ കയറി അങ്ങോട്ട് പോയി ആക്രമിക്കുമ്പോൾ അവർക്ക് തിരിച്ച് പ്രത്യാക്രമണത്തിൻ്റെ പാത ഉപയോഗിക്കൽ അനുവദനീയമാണ്, അതവർക്ക് നിർബന്ധമാണ്. അങ്ങനെ മാത്രമാണ് ഇറാൻ ആക്രമിച്ചത്. എന്നിട്ടും യാതൊരുവിധ മനുഷ്യ സ്നേഹത്തിൻ്റെ ഒരു ചെറിയ അംശം പോലുമില്ലാതെ ഇസ്രായേലി പ്രൈം മിനിസ്റ്ററും അതുപോലെ അമേരിക്കൻ പ്രസിഡന്റും ആ പാവം ജനതയെ ഒരു വിധത്തിലും വിടുകയില്ല എന്ന പ്രഖ്യാപനമായി അവരെ ഭീകരവാദികളാക്കി ആ രാഷ്ട്രത്തെ തന്നെ നിഷ്ഫലമാക്കി. അവിടെ നിന്നും ഇറാഖിൽ അന്ന് യുദ്ധസമയത്ത് എണ്ണ കട്ടുകൊണ്ടുപോയി കൊള്ളയടിച്ച് ക്രൂഡ് ഓയിൽ ഇന്നും അമേരിക്ക വിറ്റുകൊണ്ടിരിക്കുന്നു. ഇനി അടുത്തത് ഇറാനിൽ നിന്നും എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രവർത്തനം. അതിനിടയ്ക്ക് വെനസ്വേലയിൽ അവിടുത്തെ ഭരണകൂടത്തിൻ്റെ തലവനെ കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയി എവിടെയാണെന്ന് പോലും അറിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതേപോലെ തന്നെ ഉക്രൈനിലെ ദ്വീപ് അമേരിക്കൻ പ്രസിഡന്റിന് എഴുതി നൽകണമെന്ന് പറഞ്ഞു. അത് സ്റ്റെലൻസ്കി ഒരു കാരണവശാലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആണത്തത്തോടുകൂടെ സംസാരിക്കാനുള്ള ഒരു ശേഷി അറേബ്യൻ രാജ്യങ്ങൾക്ക് ഇല്ല എന്നറിയാം. എങ്കിലും നിങ്ങൾ പരമാവധി മീഡിയയുടെ മുമ്പിൽ വന്ന് പറയണം, ഞങ്ങളുടെ മണ്ണിൽ നിന്നും നിങ്ങൾ ദയവ് ചെയ്ത് വിട്ടു നിൽക്കുക. അമേരിക്കൻ ബേസ്മെൻറ്റ് എവിടെയുണ്ടോ
അവിടെ നിന്നെല്ലാം നിങ്ങൾ പോവുക തന്നെ വേണം. നിങ്ങളുടെ സഹായം ഞങ്ങൾക്കിനി ആവശ്യമില്ല. ഇല്ല, നിങ്ങളത് പറയില്ല എങ്കിൽ ഈ നിലവിലുള്ള ശക്തരായ ആളുകളെ ഈ വലിയ ഭീകരന്മാർ കൈയടക്കി ഇനി കൊള്ളയടിച്ചു. ഇനി അതുപോലെ തന്നെ ഇനി നിങ്ങളുടെ മണ്ണും നിങ്ങളുടെ അധികാരവും നിങ്ങളുടെ സമ്പത്തും എല്ലാം ഇവർ കൈക്കലാക്കും. അതുകൊണ്ട് തന്നെ മീഡിയയുടെ മുമ്പിൽ നിങ്ങൾ പരമാവധി ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ അവതരിപ്പിക്കുക. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രതിസന്ധികൾ ഇൻഷാ അല്ലാഹ് വരാൻ പോകുന്നു. അതേപോലെ തന്നെ ഖത്തറിനെ ഞങ്ങൾ ആദ്യമായി തന്നെ ആക്രമിക്കും. ആക്രമിക്കാതിരിക്കാൻ നീ ആ സ്വന്തം യാത്ര ചെയ്യുന്ന ആ പ്രൈവറ്റ് ജെറ്റ്, $400 കോടി പുതിയ പ്രൈവറ്റ് ജെറ്റ് അവിടുത്തെ ഖത്തർ അമീർ ഇയാൾക്ക് അഥവാ ട്രംപിന് നിർബന്ധമായി കൊടുക്കേണ്ടി വന്നു. ഇത്തരം ഭീഷണികളിലൂടെയാണ് ഇന്ന് ലോകം കടന്നു പോകുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്കും ചെറിയ ഭീഷണികളുണ്ട്. ഇന്ത്യയിലേക്ക് വന്ന ഇറാനിയൻ സേന അവർ ഒരു അഭ്യാസ പ്രകടനത്തിന് വന്നു. അവർ തിരിച്ചു പോകുമ്പോൾ യാതൊരു പ്രകോപനവുമില്ല. ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നവർക്ക് പ്രതീക്ഷയുമില്ല. ആ സമയത്ത് ഇന്ത്യയുടെ മണ്ണിൽ കയറിയവർ, അല്ലെങ്കിൽ ഇന്ത്യയുടെ സമുദ്രാതിർത്തിയിൽ കയറി അവർ ഇറാൻ എന്ന രാഷ്ട്രത്തെ സഹായിക്കുകയോ അവരോട് ചങ്ങാത്തം കൂടുന്ന ഇന്ത്യയായാലും ഞങ്ങൾ അവരെയും വെറുതെ വിടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വന്ന സൈനികരെ മൊത്തം ഇല്ലായ്മ ചെയ്യാനും ആ കപ്പൽ തകർക്കുകയും ചെയ്തു. ഇത്തരം ക്രൂരമായ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ലോകത്തിലെ 4-1 ശക്തി ഇന്ത്യക്കുമുണ്ടെന്ന് പറയേണ്ടത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കടമയാണ്. നിങ്ങൾ 40 രാഷ്ട്രങ്ങൾ പിടിച്ചെടുക്കുന്നുവെങ്കിൽ ഞങ്ങൾക്ക് 10 രാഷ്ട്രങ്ങളെങ്കിലും പിടിച്ചടക്കാനുള്ള ശേഷിയുണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ തൊട്ട രാജ്യങ്ങളിലെ ഞങ്ങളെക്കാൾ കഴിവ് കുറഞ്ഞ ഒരു രാജ്യത്തെയും ഞങ്ങൾ പിടിച്ചടക്കുകയോ കൊള്ളയടിക്കുകയോ അതിൽ നിന്ന് സമ്പത്ത് കൊണ്ടുവന്ന് ഞങ്ങളുടെ ഇന്ത്യക്കാരെ തീറ്റിപ്പോറ്റിയിട്ടില്ല എന്ന് പറയേണ്ട ഉത്തരവാദിത്വം ഇന്ത്യക്കുണ്ട്. അതുപോലെ ഞങ്ങളോട് സൗഹൃദമായി ഞങ്ങളുടെ സഹോദര രാഷ്ട്രമായ കഴിഞ്ഞ 800 വർഷം ഇന്ത്യ ഭരിച്ച മുഗളരും തുഗ്ലറും ഷിൽജിയും തുടങ്ങി ഇന്ത്യയുടെ അഭിമാനമായ ഇന്ത്യ ഗേറ്റ്, കുതബ് മിനാർ, താജ്മഹൽ, ചെങ്കോട്ട, അങ്ങനെ മഹാനായ അക്ബർ ചക്രവർത്തി, ഇത്തരം ആളുകളെയൊക്കെ സമ്മാനിച്ച ഞങ്ങളുടെ പൂർവികന്മാരുടെ തലമുറയായ പേർഷ്യക്കാർ അഥവാ ഇറാനികളെ തൊട്ടുകഴിഞ്ഞാൽ ഞങ്ങളും അവരോടൊപ്പം തീർച്ചയായും യുദ്ധത്തിനുണ്ടാവും. കാരണം ഞങ്ങൾ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും നീതിയുടെ കൂടെ മാത്രമേ ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയൂ എന്ന് ഇന്ത്യയുടെ മഹാനായ പ്രധാനമന്ത്രി മോദിജി പ്രഖ്യാപിക്കണം. കാരണം നിങ്ങൾക്ക് ശക്തമായി മതമറിയാം, രാഷ്ട്രത്തെ നയിക്കാനറിയാം, രാഷ്ട്രതന്ത്രങ്ങളറിയാം. അതുകൊണ്ട് നാം നമ്മുടെ അഭിപ്രായം എത്ര വലിയ കൊലക്കൊമ്പൻ ഭീകരവാദിയായ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനോടായാലും തുറന്ന് മാധ്യമങ്ങളിലൂടെ പറയുക. ഇനി ഒരാക്രമണം ഗൾഫ് കൺട്രിയിൽ അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ ഉണ്ടായാൽ ഇൻഷാ അല്ലാഹ് തീർച്ചയായും ഇന്ത്യയുടെ സഹായമുണ്ടാവും. അതിനോടനുസരിച്ച് റഷ്യയുടെ, ചൈനയുടെ, മറ്റ് രാഷ്ട്രങ്ങളുടെ മുസ്ലിം ഭരണാധികാരികളെല്ലാം ഒരുമിച്ച് കൂട്ടി ഈ മഹാവിപത്തിനെ ഈ ഇന്ത്യ രാജ്യത്ത്
ഭരിക്കുന്ന ഞങ്ങൾക്ക് നിലക്കു നിർത്താനുള്ള ശേഷി സർവശക്തനായ ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ നിയന്ത്രിക്കുന്ന ദൈവമാണ്. ഞങ്ങളുടെ നാട്ടിലാണ്, ഞങ്ങളുടെ ഇന്ത്യയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ പോലീസ് മേധാവി ഇരിക്കുന്നത്. സുപ്രീം കമാൻഡർ ഓഫ് പോലീസ് ആൻഡ് മിലിറ്ററി നേതാവ് ഇന്ത്യയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഏത് പ്രത്യാക്രമണങ്ങളെയും വേണ്ടി വന്നാൽ ഒരു ചെറിയ സൈന്യത്തിൻ്റെ സഹായവുമില്ലാതെ സർവശക്തനായ ദൈവം നേരിട്ട് വന്ന് വേണമെങ്കിൽ തകർക്കുമെന്ന് തന്നെ മോദിജി പറയണം. അമേരിക്കൻ പ്രസിഡന്റിനോടും അതുപോലെ തന്നെ ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ നെതന്യാഹുവിനോടും. ഇത് യഹൂദർക്കോ, ഇത് ക്രിസ്ത്യാനികൾക്കോ, ഇത് ഹിന്ദുക്കളെയോ മുസ്ലിങ്ങൾക്കു നേരെയുള്ള ആക്രമണമല്ല. ഇത് സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടിയുള്ള പ്രഖ്യാപനമാണ്. അത് വിജയിപ്പിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ബാധ്യതയാണ്, കടമയാണ്. അതവൻ നിറവേറ്റുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഒരു പ്രഖ്യാപനം ഇന്ത്യയിൽ നിന്നുണ്ടാവട്ടെ. അതോടൊപ്പം തന്നെ ഞാൻ മുമ്പ് ആവശ്യപ്പെട്ട ആ ആഭ്യന്തരം എനിക്ക് നിങ്ങൾ നൽകുക. എന്നിട്ട് ലോകത്തിൻ്റെ ഏറ്റവും വലിയ പോലീസ് സംവിധാനം സത്യവും നീതിയും ധർമ്മവും പുലർത്തുന്ന ഇന്ത്യയിൽ നിന്നാവണമോ, അതോ എല്ലാ അക്രമങ്ങളും ഭീകരവാദവും കൊലപാതകവും അതുപോലെ തന്നെ കൊള്ളയും നടത്തി ലോകത്ത് സമാധാനമായി ജീവിക്കുന്നവരെ ഭീകരവാദികൾ എന്ന് വിളിക്കുന്ന അമേരിക്കൻ പ്രസിഡൻ്റാണോ അല്ലെങ്കിൽ അമേരിക്കയാണോ ലോകത്തിൻ്റെ വലിയ ശക്തി? അതേപോലെ തന്നെ കൂടെ നിൽക്കുന്ന ഇസ്രായേലി പ്രൈം മിനിസ്റ്റർക്കാണോ എന്ന് അള്ളാഹു അല്ലെങ്കിൽ ജഗദീശ്വരൻ അല്ലെങ്കിൽ യഹോവ തീരുമാനിക്കട്ടെ ഇൻഷാ അല്ലാഹ്.